ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപ, ആ 100-200 രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്കുണ്ട്. അവർക്ക് കിട്ടുന്ന ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു 5 രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് 56 ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മേൽമുണ്ട് വാങ്ങാൻ, ഒരു തോർത്ത് വാങ്ങാൻ, അവനവൻ ഒരു മാക്സി വാങ്ങാൻ, ഒരു സാരി വാങ്ങാൻ, ഒരു ചെറിയ ബാഗ് വാങ്ങാൻ, ഒരു മരുന്ന് വാങ്ങാൻ, ഒരു കണ്ണടയൊന്ന് മാറ്റി വാങ്ങാൻ, ചിലർക്ക് ചെറുതായിട്ടൊന്ന് മുറുക്കാൻ, അങ്ങനെ ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കിവെക്കുന്ന തുക. നിങ്ങൾ അറിയണം, അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ, ആ മകന് അസുഖം വന്ന് കിടപ്പിലായാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ചിലപ്പോൾ മകൻ അറിയാതെ മകന്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഒരു 200 രൂപ വെച്ചു കൊടുത്തിട്ട് അവനോട് പോയി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സറിയുന്ന ഒരാൾക്കും ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ കഴിയുമായിരുന്നില്ല.